രാവിലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കണക്കുകളിലെ കൃത്രിമം, രക്തസാക്ഷി ഫണ്ട് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ കോലാഹലത്തിൻ്റെ അതിന് അതെ അതിൻ്റെ അവലോകന യോഗം കണക്ക് എവിടെ പോയി, കണക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയ ആ യോഗത്തിൽ MLA മൗസൂറിനും ഉണ്ടായിരുന്നു, പയ്യന്നൂർ MLA മൗസൂറിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ആ യോഗം അലങ്കോലമായി എന്ന് തന്നെയാണ്. അതിൻ്റെ കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഏതാനും പേർ പുറത്ത് കമ്മിറ്റി ഇറങ്ങി പുറത്തേക്ക് പോയി. പാർട്ടി ആകെ പയ്യന്നൂർ വെട്ടിലായിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ധനരാജ് ഫണ്ട് തട്ടിപ്പ്. നമുക്കറിയാം, രക്തസാക്ഷിയായിട്ടുള്ള ധനരാജിൻ്റെ പേരിൽ കുറച്ച് ഫണ്ടുകൾ സമാഹരിക്കുന്നു. അത് പാർട്ടി മുഖ്യ എന്നുള്ളൊരു ആക്ഷേപം പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ നേതാവായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിലും ഒരു ലോക്കലായിട്ട് അറിയപ്പെടുന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഇന്ന നേതാക്കന്മാർ പൈസ അടിച്ചു മാറ്റി, കുടുംബത്തിന് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നില്ല, അത് പാർട്ടി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒരു പരാതി കൊടുക്കുന്നു. പാർട്ടി അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി എടുത്തത്. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതുന്നു, പാർട്ടിയെ വലിയ രീതിയിൽ വിമർശിക്കുന്നു. പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയെ സംബന്ധിച്ച് ഒന്നെങ്കിൽ നികൃഷ്ട ജീവി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ കുലംകുത്തി എന്ന് വിളിക്കാം. അങ്ങനെ കുറച്ച് പേരുകൾ പാർട്ടി ഇട്ടുകൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ നമുക്കറിയാം, ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു യാത്ര നടത്തിയ സമയത്ത് ഈ ധനരാജിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന്, ധനരാജിന്റെ ഭാര്യ ഞങ്ങളോടൊപ്പമുണ്ട്, ഇനി ആർക്കാടാ ചോദിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ധാർഷ്ട്യം കാണിച്ചു. അപ്പം നമുക്കറിയാം, മുതിർന്ന നേതാക്കന്മാർ, സംസ്ഥാന രാഷ്ട്രീയം കൈയാളുന്ന നേതാക്കന്മാർ, അവർക്ക് വന്നിട്ട് എന്തും പറഞ്ഞിട്ട് പോവാം. അതല്ലല്ലോ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ധനരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM കേരളത്തിലെ പല നേതാക്കന്മാരും പാർട്ടി വിട്ടുപോയത്. തിരുവനന്തപുരത്ത് ഒരു നേതാവ് പാർട്ടി വിട്ടു പോകാൻ നേരത്തെ പറഞ്ഞത്, അതെ, ധനരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികൾക്ക് പോലും അല്ല, അയാളുടെ ബ്രദർ തിരുവനന്തപുരത്ത് വിനോദ് എനിക്കറിയാവുന്ന ആളാണ്, എൻ്റെ കൂടെ തന്നെ പഠിച്ച ആളാണ്. വിഷ്ണുവിന്റെ പേരിൽ ഉണ്ടാക്കിയ കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് വിനോദ് പോയത്. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, രക്തസാക്ഷികളുടെ ഫണ്ടുകൾ പോലും മോഷ്ടിക്കുന്ന രീതിയിലേക്ക് CPM പോയി. പാർട്ടി അധംപതിച്ചു. ഇത് തുറന്നു പറയുന്ന സാഹചര്യത്തിൽ പാർട്ടി അവരെ പുറത്താക്കുന്നത്, പാർട്ടി അവരെ ഒറ്റപ്പെടുത്തുന്നത്, പാർട്ടി അത് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവരെ കൂടെ നിർത്തിയാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഈ വിഷയത്തിൽ ഒന്ന് ആലോചിച്ചു, ഏരിയ കമ്മിറ്റി കൂടുന്നു. ഏരിയ കമ്മിറ്റിയിലെ അജണ്ട എന്ന് പറയുന്നത് കണക്ക് ബഹുസ്വരമായിട്ട് അവതരിപ്പിക്കണം. അതായത് ജനങ്ങൾക്ക് എല്ലാം അറിയുന്ന രീതിയിൽ, കാരണം ഇത്രയും ഒരു വിഷയമായ ഒരു സാഹചര്യത്തിൽ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന രീതിയിൽ കണക്ക് അവതരിപ്പിക്കണമെന്നാണ്. പക്ഷെ കണക്ക് അവതരിപ്പിക്കാതെ വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയപ്പോഴാണ് ആ കമ്മിറ്റി ഇതിവിടെ നടക്കത്തില്ല, കമ്മിറ്റി കൂടിയത് കണക്ക് അവതരിപ്പിക്കാനാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുമെന്ന് പറയുന്നു. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നു. അപ്പൊ മധുസൂദൻ എന്ന് പറയുന്ന MLA, അവിടുത്തെ MLA, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത്. അദ്ദേഹവും ഫണ്ട് തട്ടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും ഇടപെട്ടില്ല. അദ്ദേഹം മാറി അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. വലിയ വിഷയങ്ങളുണ്ടായി. 5 പേര്, ഒരു വനിതാ സഖാവ് അടക്കം 5 പേര് ആ കമ്മിറ്റി വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം CPM ഭയക്കുന്നുണ്ട് ഒരു പ്രാദേശികപരമായിട്ട്. ഇപ്പോൾ സംസ്ഥാന നേതാക്കന്മാർക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് വന്ന് പറഞ്ഞിട്ട് പോകാം. പക്ഷെ അതേപോലെ അല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കന്മാർ. അവര് നാളെ തെരുവിലേക്ക് ഇറങ്ങേണ്ടതാണ്, നാളെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതാണ്. ജനങ്ങൾ ചോദിക്കും, സഖാവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്തായി, രക്തസാക്ഷി ഫണ്ട് എവിടെ, ബാക്കി ഫണ്ട് എന്ത് ചെയ്തു, ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ചില സഖാക്കന്മാർക്ക് അറിയാം. അല്ല, ഇതിൽ രാഹുൽ വേറൊരു കാര്യം എന്നറിയോ, ഇതിപ്പോൾ പയ്യന്നൂരത്തെ ധനരാജിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കഥയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെത് ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ചേട്ടൻ വിനോദ് സംസാരിക്കുന്നത്. ഇങ്ങനെ നിരവധി രക്തസാക്ഷി ഫണ്ടുകളുടെ തട്ടിപ്പ് കേരളത്തിലുടനീളം പല ബ്രാഞ്ചുകളിലും പുറത്തു പറയാൻ കഴിയാതിരിക്കുന്ന നിരവധി സഖാക്കളുണ്ട്, പുറത്തു പറയാൻ കഴിയാത്ത. ഇതിപ്പോൾ ഈ ഒരു കാര്യം കണ്ണൂർ നടന്ന സംഭവം പുറത്തു വരുന്നത് ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്. ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന 50 വർഷമായി പാർട്ടിയിലുള്ള ആളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, ഗോവിന്ദനോട് പറഞ്ഞു, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനോട് പറഞ്ഞു, കണ്ണൂരിലെ തലപ്പൊക്കമുള്ള മറ്റ് നേതാക്കളോട് പറഞ്ഞു. അവരെല്ലാം എന്താ വിചാരിച്ചത്, ഇതൊക്കെ ഇതിനകത്ത് നിൽക്കത്തേ ഉള്ളൂ, പുറത്തു വരത്തില്ല. അല്ല, ഇപ്പോ CPM ഉടനീളമുണ്ട്. CPM ഭയന്നു തുടങ്ങി.
കുഞ്ഞികൃഷ്ണനെ CPM ഭയന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കമ്മിറ്റിക്ക് ശേഷം സാധാരണപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ടു നിൽക്കുന്ന കുഞ്ഞികൃഷ്ണനെ പോലുള്ള കുറെ സഖാക്കന്മാരുണ്ട്. അവിടുത്തെ ആ സഖാക്കന്മാരെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ വിഷയം ഒത്തുതീർപ്പാക്കാനുമുള്ള ഒരു ശ്രമത്തിലേക്കാണ് CPM ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. CPM ഭയന്നേ കൃത്യമായിട്ട് അറിയാം. പയ്യന്നൂർ ഈ വിഷയം നടക്കുന്ന സാഹചര്യത്തിൽ അത് പയ്യന്നൂർ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, കേരളത്തിലുടനീളം അഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു പറയാത്ത നിരവധി സഖാക്കളുണ്ട്. ഈ രക്തസാക്ഷി ഫണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ സമാഹരിച്ചിട്ടുള്ളത് കൃത്യമായി വീട്ടിലെത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് എത്രയെങ്കിലും വർഷമായിട്ട് 20 വർഷത്തിലകമായി ഈ പാർട്ടി ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അതെ, അപ്പൊ അവിടെ പൊട്ടലും ചീറ്റലുമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായി. സ്വന്തം കയ്യിലിരിക്കുന്ന തട്ടകങ്ങൾ പലതും പോകും. സ്വന്തം അതായത് കാസർഗോഡ് പയ്യന്നൂർ എന്നൊക്കെ പറഞ്ഞാലേ ഈ CPM കോട്ടയാണ്. അതെല്ലാം പയ്യന്നൂര് തൃക്കരിപ്പൂര് എന്നൊക്കെ പറയുന്നത് CPM കോട്ടയാണ്. രക്തസാക്ഷി മണ്ഡലങ്ങളാണെന്നേ. രക്തസാക്ഷികളെ കൊണ്ട് ചോരയൊഴുക്കി കഷ്ടപ്പെട്ട് CPM നേടിയെടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം അവിടെ പാർട്ടി മാത്രമേ ഉള്ളൂ, പാർട്ടി കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പാർട്ടി കുടുംബങ്ങളുള്ള സാഹചര്യത്തിൽ പോലും അവിടെ നിന്നും പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് ഓരോ നേതാക്കന്മാർ പുറത്തേക്ക് വരുമ്പോൾ പാർട്ടിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ കുഞ്ഞികൃഷ്ണൻ പോലും പറഞ്ഞത് എന്താണ്, ഞാൻ സഖാവായിട്ട് തന്നെ തുടരും, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ തുടരും, പക്ഷെ പാർട്ടിയെ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കും. പാർട്ടിക്കെതിരെയാണ് പുസ്തകം എഴുതിയത്. ആ പുസ്തകം എഴുതിയതിന്, ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്ന ആളെ എന്താണ് ചെയ്തത്? അയാളുടെ വീട്ടിലേക്ക് സമരം നടത്തുന്നു, അയാളുടെ വീട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് വെക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഏതാണ് പാർട്ടി? സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ വളരെ വിശാലമായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. എവിടെ പോയി? ആശയങ്ങളൊക്കെ എവിടെ പോയി? ആശയം ആമാശയമായി, ആമാശയത്തിലേക്ക് പോയി. സ്വന്തം പാർട്ടിക്ക് വേണ്ടി ചോര കൊടുത്ത് ബലിയാടായ രക്തസാക്ഷികൾ എവിടെ പോയി? രക്തസാക്ഷികളൊക്കെ, ഈ രക്തസാക്ഷികളുള്ള സ്നേഹം എവിടെ പോയി സഖാക്കന്മാർക്ക്? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പാർട്ടിയിലെ രക്തസാക്ഷികളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗതി. കാലം തിരിച്ചു കണക്ക് ചോദിച്ചേ പോകത്തുള്ളൂ. അപ്പോ എന്താണെങ്കിലും രക്തസാക്ഷികൾ കൊണ്ടുണ്ടായ ഒരു പാർട്ടി ചിലപ്പോൾ രക്തസാക്ഷികൾ കൊണ്ട് ഇല്ലാതാകുന്നൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാലം തിരിച്ചടിച്ചേ പോകത്തുള്ളൂ. നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾ അനുഭവിച്ചേ പോകത്തുള്ളൂ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും രക്തസാക്ഷികളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടി രക്തസാക്ഷികളുടെ ഫണ്ട് മോഷ്ടിച്ചുകൊണ്ട് ഇല്ലാതാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.